Hi, I am Riyaz Majid. Welcome to Competitive Cracker. അപ്പോൾ നമ്മൾ കൺഫ്യൂസിങ് സ്റ്റേറ്റ്മെൻറ്റ് സീരീസിലെ തേർഡ് പാർട്ടാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ പോളിറ്റിയുടെ കുറേ കൺഫ്യൂസിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടു. അതായത് ഏകദേശം 20ഓളം സ്റ്റേറ്റ്മെൻറ്റ്സിലൂടെ നമ്മൾ കടന്നുപോയി. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ വീഡിയോസ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ പോളിറ്റി എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കൺഫ്യൂസിങ് സ്റ്റേറ്റ്മെൻറ്റ് പാർട്ട് 3 ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. First statement, the preamble is enforceable by court of law and can be used to claim constitutional remedies. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത് പ്രിയാമ്പിൾ നിന്നാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇങ്ങനെയാണ്: പ്രിയാമ്പിൾ ഈസ് എൻഫോഴ്സിബിൾ ബൈ കോർട്ട് ഓഫ് ലോ. പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു കോർട്ട് ഓർഡറിലൂടെ എൻഫോഴ്സ് ചെയ്യുവാൻ കഴിയും. And can be used to claim constitutional remedies. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ക്ലെയിം ചെയ്യുവാൻ അത് ഉപയോഗിക്കാം. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി എന്ന് പറഞ്ഞാൽ ഏതാണ്? ആർട്ടിക്കിൾ 32 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ ആർട്ടിക്കിൾ 32 അനുസരിച്ച് നിങ്ങൾക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം. അങ്ങനെ സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ ആ വയലേറ്റ് ചെയ്യപ്പെട്ട റൈറ്റ് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിറ്റ് ജുറസ്ഡിക്ഷൻ. അപ്പം ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഈ റിറ്റ് ഓർത്തിരിക്കുവാൻ വേണ്ടിയുള്ള ഒരു കോഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, CPMHQ. ഈ ഓരോ ലെറ്ററും സ്റ്റാൻഡ് ചെയ്യുന്നത് ഏത് റിറ്റിനാണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ് പറയുന്നത്: ദ പ്രിയാമ്പിൾ ഈസ് എൻഫോഴ്സിബിൾ ബൈ കോർട്ട് ഓഫ് ലോ. ഈ എൻഫോഴ്സിബിൾ ബൈ കോർട്ട് ഓഫ് ലോയ്ക്ക് ഒറ്റ വാക്കായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ജസ്റ്റിഷ്യബിൾ എന്ന് പറയാൻ പറ്റും. ജസ്റ്റിഷ്യബിൾ, അതായത് ഒരു കാര്യം ജസ്റ്റിഷ്യബിൾ ആണെങ്കിൽ അതൊരു കോർട്ട് ഓഫ് ലോയിലൂടെ എൻഫോഴ്സ് ചെയ്യാൻ കഴിയും. പ്രിയാമ്പിൾ ജസ്റ്റിഷ്യബിൾ ആണോ? അല്ല, പ്രിയാമ്പിൾ ജസ്റ്റിഷ്യബിൾ അല്ല. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് പാർട്ട് തെറ്റാണ്. ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ടു ക്ലെയിം കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിന് വേണ്ടി യൂസ് ചെയ്യാം. ജസ്റ്റിഷ്യബിൾ ആയിട്ടുള്ളൊരു കാര്യം മാത്രമേ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിന് യൂസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇത് ജസ്റ്റിഷ്യബിൾ അല്ലാത്തത് കൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിന് യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കണ്ടു. അപ്പോൾ ഈ പ്രിയാമ്പിൾ എന്ന് പറയുന്ന പോർഷൻ നിങ്ങൾക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ പ്രിയാമ്പിളിലെ കീവേഡ്സ് നിങ്ങൾ നോക്കി പോകണം. ഏതൊക്കെ കീവേഡ്സ് ആണുള്ളത്, അതിൻ്റെ മീനിങ് എന്താണ്, പ്രിയാമ്പിളിൽ ഏത് അമെൻമെൻറ്റിലൂടെയാണ് കീവേഡ്സ് ആഡ് ചെയ്തത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കി പോവുക. പ്രിയാമ്പിളിൽ ഓരോ വാക്കിൻ്റെയും ഓർഡർ എങ്ങനെയാണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ സോവറൈൻ സോഷ്യലിസ്റ്റ് സെക്യുലാർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അപ്പോൾ ആ ഒരു വാക്കുകളുടെ ഓർഡർ എങ്ങനെയാണെന്ന് നോക്കിപ്പോകുക. അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുവാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഈ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ റൈറ്റ്സ് ടു പ്രോപ്പർട്ടി ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ് അണ്ടർ ആർട്ടിക്കിൾ 19 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഏത് ആർട്ടിക്കിളിന് കീഴിൽ? ആർട്ടിക്കിൾ 19 കീഴിൽ. അപ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി ഫണ്ടമെന്റൽ റൈറ്റ് ആണോ, അല്ലെങ്കിൽ റൈറ്റ് ടു പ്രോപ്പർട്ടി ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലേക്കൊക്കെ നമ്മൾ എത്തും. അപ്പോൾ നമുക്ക് റൈറ്റ് ടു പ്രോപ്പർട്ടി ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം, ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കൺഫ്യൂസിങ് സ്റ്റേറ്റ്മെന്റ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു കാര്യം പറഞ്ഞു. ഈ ഒറിജിനൽ എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോഴുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഒറിജിനൽ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അമെൻമെന്റിനൊക്കെ മുമ്പ് കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ എങ്ങനെയാണ്? ആ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നോ? തീർച്ചയായിട്ടും റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. പിന്നീട് അമെൻമെന്റിലൂടെ റൈറ്റ് ടു പ്രോപ്പർട്ടിയെ ഒരു ലീഗൽ റൈറ്റ് ആക്കി മാറ്റി. അപ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടിയുടെ പ്രസന്റ് സ്റ്റാറ്റസ് എന്താണ്? അതൊരു ലീഗൽ റൈറ്റ് ആണ്. വിച്ച് അമെൻമെന്റ്?
ഏത് അമെൻമെന്റിലൂടെയാണ് റൈറ്റ് പ്രോപ്പർട്ടി ലീഗൽ റൈറ്റ് ആക്കി മാറ്റിയത്, അല്ലെങ്കിൽ റൈറ്റ് പ്രോപ്പർട്ടിയെ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലാതാക്കി മാറ്റിയ അമെൻമെന്റ് ഏതാണ് എന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ റൈറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? അതൊരു ലീഗൽ റൈറ്റ് ആണ്. ആ ലീഗൽ റൈറ്റ് ഏത് ആർട്ടിക്കിൾ ആണ്? ആർട്ടിക്കിൾ 300A. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, റൈറ്റ് ടു പ്രോപ്പർട്ടി ഇപ്പോൾ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, അതൊരു ലീഗൽ റൈറ്റ് ആണ്. ആ ലീഗൽ റൈറ്റ് ആയിരിക്കുന്നത് ആർട്ടിക്കിൾ 300A പ്രകാരമാണ്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ് അണ്ടർ ആർട്ടിക്കിൾ 19 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. തെറ്റ്. റൈറ്റ് ടു പ്രോപ്പർട്ടി ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. ഇവിടെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിരുന്നെങ്കിൽ ഇത് ശരിയായേനെ. അത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഏത് അമെൻമെന്റിലൂടെയാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്നും ലീഗൽ റൈറ്റ് ആക്കി മാറ്റിയതെന്ന് കമന്റ് ചെയ്യുക. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. നമ്മൾ ഇൻഡിപെൻഡന്റ് ബോഡീസിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഇൻഡിപെൻഡന്റ് ബോഡീസിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, രണ്ടെന്ന് പറയുന്നത് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണ്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ആ ബോഡി പവർ ഡിറൈവ് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ആ ബോഡിയെക്കുറിച്ച് വ്യക്തമായ ആർട്ടിക്കിളിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ബോഡിയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ഉദാഹരണം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, അതുപോലെ തന്നെ ഫിനാൻസ് കമ്മീഷൻ, അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ. ഇതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിന് എക്സാമ്പിൾ ആണ്. ഇപ്പോൾ ആ പർട്ടിക്കുലർ ബോഡി ഒരു ആക്ടിലൂടെയാണ് പവർ ഡിറൈവ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയും. സ്റ്റാറ്റ്യൂട്ട് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ആക്ട് അല്ലെങ്കിൽ ലോ എന്നാണ്. അപ്പോൾ അങ്ങനെ ഫോം ചെയ്തിരിക്കുന്ന ബോഡിയാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി. അപ്പോൾ ഈ പറയുന്ന എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടിലൂടെ ഫോം ചെയ്ത സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആവാം, അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് റെസൊല്യൂഷനിലൂടെ, ഒരു എക്സിക്യൂട്ടീവ് പ്രമേയത്തിലൂടെ ഫോം ചെയ്ത നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആവാം. നിങ്ങൾക്കതിപ്പോൾ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിക്ക് ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നീതി ആയോഗ്. നേരത്തെ നമ്മുടെ പ്ലാനിംഗ് കമ്മീഷനും ഏത് ബോഡിക്ക് എക്സാമ്പിളാണ്? നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിക്ക് എക്സാമ്പിളാണ്. അതൊരു എക്സിക്യൂട്ടീവ് റെസൊല്യൂഷൻ വഴി ഫോം ചെയ്യുന്ന ബോഡിയാണ്. ഈ സ്റ്റേറ്റ്മെന്റിലേക്ക് ഒന്നും കൂടി വരാം. ഇത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. തെറ്റ്. ആർട്ടിക്കിൾ 324 പ്രകാരമുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇറ്റ്സ് ആൻ ഓൾ ഇന്ത്യ ബോഡി. ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഇലക്ഷൻ രണ്ടും കണ്ടക്ട് ചെയ്യുന്നത് എന്താണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്, കാരണം അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ അണ്ടർ ആർട്ടിക്കിൾ 21A ഈസ് ആപ്ലിക്കബിൾ ടു ചിൽഡ്രൻ ഏജ്ഡ് 0 to 14 years. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കുറച്ചധികം കൺഫ്യൂസിംഗ് ആണ്. കാരണം നിങ്ങൾക്കറിയാം 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നതാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആർട്ടിക്കിൾ 21A. ഫ്രീ ആൻഡ് കമ്പൽസറി എലിമെന്ററി എഡ്യൂക്കേഷൻ. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. 0 to 14 years എന്നാണ് കൊടുത്തിരിക്കുന്നത്. ശരിയാണ്, 14 വയസ്സ് വരെയാണ്. പക്ഷെ ഏത് വയസ്സ് മുതൽ? 6 വയസ്സ് മുതൽ. 6 to 14. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം ഇവിടെ വന്നിരിക്കുന്നത് 0 to 14 years എന്നാണ്. ഏജ് ക്ലാസിഫിക്കേഷൻ 6 to 14 ആണ്. അപ്പോൾ എലിമെന്ററി എഡ്യൂക്കേഷൻ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഹയർ എഡ്യൂക്കേഷൻ ഫണ്ടമെന്റൽ റൈറ്റ് ആണോ? അല്ല. നമ്മൾ എലിമെന്ററി എഡ്യൂക്കേഷനൊക്കെ നേടി ഹയർ എഡ്യൂക്കേഷനൊക്കെ എത്തി ഒരു ഡിഗ്രിയൊക്കെ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷകൾ എഴുതാം. അതുപോലെ തന്നെ കേരള PSCയുടെ പരീക്ഷകൾ നമുക്ക് എഴുതാം. അങ്ങനെയുള്ള ഒരു പരീക്ഷയാണ് KS പരീക്ഷ. നിങ്ങൾ പലരും KS പരീക്ഷയ്ക്ക് വേണ്ടി ഊർജ്ജസ്വലരായി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പം നമുക്ക് KS സൂപ്പർ 60 എന്ന് പറയുന്ന ഒരു 60 days 120 hour ലൈവ് ക്ലാസ് ഉണ്ട്. അത് നിങ്ങൾക്ക് താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് ജോയിൻ ചെയ്യാൻ കഴിയുന്നതാണ്. സിലബസ് ബേസ്ഡ് സെഷൻസ് ആയിരിക്കും.
ഒരു 60 days ക്രാഷ് പ്രോഗ്രാം ആണ്. മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ്. നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ എല്ലാ PSC പരീക്ഷയ്ക്കും, ഇപ്പം നമ്മുടെ ഡിഗ്രി ലെവലിൻ്റെ പരീക്ഷയാവട്ടെ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം ഉടനെ വരുന്നുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ പരീക്ഷകൾക്കും PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അതിൽ സെയിം ക്വസ്റ്റ്യൻ വന്നില്ലെങ്കിലും ആ ഏരിയയിൽ നിന്നും നമുക്ക് ആ ഒരു ഹോട്ട് ടോപ്പിക്സ് പിക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനാലിസിസ് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷനിൽ നിങ്ങളെ ബൂസ്റ്റ് ചെയ്യും. റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം. The word socialist was a part of original preamble of the constitution. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഒറിജിനൽ എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അത് തുടക്കമുള്ള സമയത്ത് എങ്ങനെയായിരുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സോഷ്യലിസ്റ്റ് എന്നുള്ളൊരു വാക്ക് പ്രിയാമ്പിളിൽ ആദ്യകാലം തൊട്ട്, അല്ലെങ്കിൽ പ്രിയാമ്പിൾ നിലവിൽ വന്നപ്പോൾ മുതൽ ഉണ്ടായിരുന്നു എന്നാണ്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം പ്രസന്റ് പ്രിയാമ്പിളിൽ സോഷ്യലിസ്റ്റ് എന്നുള്ളൊരു വാക്കുണ്ട്. കാരണം സോഷ്യലിസ്റ്റ് എന്നുള്ളൊരു പദം പിന്നീട് അമെൻമെന്റിലൂടെ ആഡ് ചെയ്യപ്പെട്ടതാണ്, അല്ലെ? സോഷ്യലിസ്റ്റ് വാല്യൂസ് നമുക്കുണ്ടായിരുന്നെങ്കിലും ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള വാല്യൂസിനെ ആ സോഷ്യലിസ്റ്റ് എന്നുള്ളൊരു വാക്ക് ആഡ് ചെയ്ത് പ്രിയാമ്പിളിൽ വീണ്ടും ഉൾപ്പെടുത്തി എക്സ്പ്ലിസിറ്റ് ആക്കുകയാണ് 42nd അമെൻമെന്റ് ചെയ്തത്. അപ്പോൾ 42nd അമെൻമെന്റ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെ? ഒരുപാട് ഭരണഘടനാ ഭേദഗതികൾ കൊണ്ടുവന്ന ഒരു അമെൻമെന്റ് ആണ് 42nd അമെൻമെന്റ്. അതുകൊണ്ട് അത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഈ ഒരു സെന്റൻസ് എന്തുകൊണ്ട് തെറ്റുന്നു? ദ വേർഡ് സോഷ്യലിസ്റ്റ് വാസ് എ പാർട്ട് ഓഫ് ഒറിജിനൽ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. തെറ്റ്. ഇവിടെ ഒറിജിനലിന് പകരം പ്രസന്റ് എന്ന് വന്നിരുന്നെങ്കിൽ, ഇപ്പൊ ഇങ്ങനെയാണ് ഈ സെന്റൻസ് വന്നിരുന്നതെങ്കിൽ എങ്ങനെയാണ്? ദ വേർഡ് സോഷ്യലിസ്റ്റ് ഈസ് എ പാർട്ട് ഓഫ് ദി പ്രസന്റ് പ്രിയാമ്പിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വന്നിരുന്നെങ്കിൽ അത് ശരിയായേനെ. ഇത് തെറ്റാൻ കാരണം ഒറിജിനൽ എന്നുള്ളൊരു വാക്ക് അവിടെ വന്നത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. The National Human Rights Commission NHRC is established under the Protection of Human Rights Act 1993 and is a constitutional body. ആ ഒരു സ്റ്റേറ്റ്മെന്റിലെ ട്വിസ്റ്റ് കണ്ടോ? ആ സ്റ്റേറ്റ്മെന്റിന്റെ ഇവിടം മുതൽ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദി ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993, ഇവിടം വരെ ശരിയാണ് ഈ സ്റ്റേറ്റ്മെന്റ്. നോക്കിയേ, NHRC നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993, ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 ആൻഡ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ഇവിടം വരെ ശരിയാണ്. പക്ഷേ ഈ ആക്ട് കൊണ്ട് ഫോം ചെയ്തത് കൊണ്ട് ഇറ്റ്സ് നോട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, ഇറ്റ് ഇസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല, അതൊരു എന്ത് ബോഡിയാണ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇവിടെ ഇത് വന്നത് കൊണ്ട്, ഈ ആൻഡിന് ശേഷം ഇത് വന്നത് കൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റുന്നു. ഇവിടം വരെ ആയിരുന്നെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയായേനെ. കൃത്യമായി മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. The right to constitutional remedies is available only against the state and not against private individuals. അപ്പോൾ നമുക്ക് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി ഉണ്ട്. പാർട്ട് 3 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 12 to 35 ഡീൽസ് വിത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ജസ്റ്റിഷ്യബിൾ ആണ്. കാരണം അത് വയലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കോർട്ട് ഓർഡറിലൂടെ എൻഫോഴ്സ് ചെയ്യുവാൻ കഴിയും. അങ്ങനെയുള്ള ഫണ്ടമെന്റൽ റൈറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് റൈറ്റ് ആയ ആർട്ടിക്കിൾ 32 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, അതിനെക്കുറിച്ചാണ് ചോദ്യം. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഈസ് അവൈലബിൾ ഓൺലി അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ് ആൻഡ് നോട്ട് അഗെയിൻസ്റ്റ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കാരണം ജനറലി ഈ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്നത് സ്റ്റേറ്റിനെതിരെയാണ് ലഭിക്കുന്നത്, അല്ലാതെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെതിരെയല്ല. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു പൊതു കിണറുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു പൊതുവായിട്ടുള്ളൊരു ബാത്തിങ് ഏരിയ, ബാത്തിങ് കുളമുണ്ടെന്ന് വിചാരിക്കുക. അവിടെ ആളുകളെ കയറ്റാൻ അനുവദിക്കുന്നില്ല. അവരെ സത്യത്തിൽ
ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു, അവരുടെ നിറത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ ഡിസ്ക്രിമിനേഷന് വിധേയരായി അവരെ അവിടെ അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ ഫണ്ടമെന്റൽ റൈറ്റിന് വയലേഷനാണ്. അവർക്ക് കോടതിയെ സമീപിക്കാം, കാരണം അതൊരു പൊതു ഇടമാണ്. പക്ഷെ ഒരാളുടെ വീട്ടിൽ അയാളുടെ സ്വകാര്യമായുള്ള ഒരു സ്വിമ്മിംഗ് പൂളിൽ എല്ലാ ആളുകളെയും കയറ്റി കുളിപ്പിക്കുവാനൊന്നും പറ്റില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ഇത് മനസ്സിലാക്കുക. ഇതൊരു ഓൺലി അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ്, ജനറലി അത് സ്റ്റേറ്റിന് അഗെയിൻസ്റ്റ് ആണ്, അല്ലാതെ പ്രൈവറ്റ് ഇൻഡിവിജ്വലിന് എഗെയിൻസ്റ്റ് അല്ല. അപ്പോൾ ആ ഒരു രീതിയിൽ അത് മനസ്സിലാക്കുക. പിന്നീട് അടുത്ത സ്റ്റേറ്റ്മെന്റ്, ദ സുപ്രീം കോർട്ട് ഡിക്ലെയർഡ് ദ പ്രിയാമ്പിൾ ആസ് എ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ ഗോലക്നാഥ് കേസ്. അപ്പൊ സുപ്രീം കോടതി, പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ഡിക്ലെയർ ചെയ്യുന്നു പ്രിയാമ്പിൾ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണ്. ഏത് കേസിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഗോലക്നാഥ് കേസ്. തെറ്റ്. പ്രിയാമ്പിൾ ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് വേറെ കേസിലൊന്നുമല്ല. ആ കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. അത് ഗോലക്നാഥ് കേസ് അല്ല. അത് ഏത് കേസാണ്? കേശവാനന്ദ ഭാരതി കേസാണ്. ഈ കേശവാനന്ദ ഭാരതി കേസിൽ വന്നിരിക്കുന്ന വേറൊരു കാര്യമാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ. ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ ഇത് നമ്മൾ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ അതായത് പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമം ഭരണഘടനാ വിരുദ്ധമാണോ എന്ന് ജുഡീഷ്യറി പരിശോധിക്കുന്നതാണ് അതിന്റെ ജുഡീഷ്യൽ റിവ്യൂ പവർ. If any law passed by parliament violating the basic structure of the constitution, judiciary can declare it as void. അപ്പോൾ ആ ഒരു നിയമത്തെ അസാധുവാക്കുവാൻ ജുഡീഷ്യറിക്ക് കഴിയും. അങ്ങനെയുള്ള ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ വന്ന കേസും ഏത് കേസാണ്? കേശവാനന്ദ ഭാരതി കേസാണ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് തെറ്റുന്നത്? ഗോലക്നാഥ് കേസ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഇത് തെറ്റാണ്. കേശവാനന്ദ ഭാരതി കേസിലാണ് പ്രിയാമ്പിള് ഭരണഘടനയുടെ ഇന്റഗ്രൽ പാർട്ടാണെന്ന് പറഞ്ഞത്. അപ്പോൾ അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദ ഫിനാൻസ് കമ്മീഷൻ ഈസ് അപ്പോയിന്റഡ് ബൈ ദി പ്രൈം മിനിസ്റ്റർ എവറി 5 years. അതായത് ഫൈനാൻസ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നത് എല്ലാ 5 വർഷം കൂടുമ്പോഴാണ് എന്നതിൽ ഒരു ഡൗട്ടുമില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിട്ടുള്ള ഫിനാൻസ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നത് എല്ലാ 5 വർഷം കൂടുമ്പോഴുമാണ്. പക്ഷേ അത് അപ്പോയിന്റ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ അല്ല. ഫിനാൻസ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. പ്രസിഡന്റ് ആണ് ഫിനാൻസ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നത്, അല്ലാതെ പ്രൈം മിനിസ്റ്റർ അല്ല. നമ്മുടെ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിൽ റിയൽ പവർ വെസ്റ്റ് ചെയ്തിരിക്കുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും നോമിനൽ ആയിട്ടുള്ള പവറേ പ്രസിഡന്റിനുള്ളൂവെങ്കിലും ഇങ്ങനത്തെ അതോറിറ്റീസിലെല്ലാം എക്സിക്യൂട്ടീവ് ആക്ഷൻ എടുക്കുന്നത് പ്രസിഡന്റിന്റെ പേരിലാണ്. അതുകൊണ്ട് ഫിനാൻസ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് പോകാം. The right against exploitation includes the right to form associations and unions. See, right to form associations and unions. അപ്പോൾ നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ടുള്ള ഒരു റൈറ്റ് ഉണ്ട്, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ആ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷന്റെ ഭാഗമാണ് റൈറ്റ് ടു ഫോം അസോസിയേഷൻ ആൻഡ് യൂണിയൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. പിന്നെ ഏത് റൈറ്റ് പ്രകാരമാണ് നമ്മൾ റൈറ്റ് ടു ഫോം അസോസിയേഷൻ ആൻഡ് യൂണിയൻസും അസോസിയേഷനും ഒക്കെ ഫോം ചെയ്യാനുള്ള റൈറ്റ് ഫണ്ടമെന്റൽ റൈറ്റിലെ ഏത് റൈറ്റ് മൂലമാണ് നമ്മൾക്ക് ലഭിക്കുന്നതെന്ന് കമന്റ് ചെയ്യുക. ഒരു 10 സ്റ്റേറ്റ്മെന്റ്സുമായിട്ട് നെക്സ്റ്റ് സെഷനിൽ ഇനിയും കാണാം. ഓക്കെ, താങ്ക് യു.